ഹലോ, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് വീണ്ടും പുതിയതായിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കേട്ടോ. തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ 92ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നന്തൻകോട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് കേട്ടോ ഈ ഒരു അമൃതം റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഉച്ച സമയത്താണ് വന്നത്. ഇവിടെ ഒരു താലി മിൽസ് കിട്ടുമെന്ന് അറിഞ്ഞു. അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വന്നാട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് പുതിയതായിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പുതിയ പേരോടുകൂടിയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഹോട്ടൽ അമൃതം എന്നാണ്. അമൃതം എന്ന പേര് തന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾക്കിടയിലെ ഒരു പുതിയ പേരാണ്. അകത്തോട് ചെന്നപ്പോഴത്തേക്ക് നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മാതൃകയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ഡൈനിങ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്ര സ്പേസ് ഇതിനുള്ളിലുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിനും അറേഞ്ച്മെൻറ്റ്സിനും എല്ലാം പുറമെ അവിടുത്തെ വൃത്തിയാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളത്. ഇവിടെ നല്ല വൃത്തിയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആ ഒരു പെയിൻറ്റിങ് വർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ആ ഒരു ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഹോട്ടലിൽ വരുന്നുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലുകൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഊണിനാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവരുടെ മെനു ജസ്റ്റ് ഒന്ന് നോക്കിയേട്ടാ. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ദോശയിലെല്ലാം ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷസും ചൈനീസ് ഐറ്റംസൊക്കെ ആയിട്ട് ആ ഒരു മെനു വലിയ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ അവൈലബിൾ അല്ല, അത് അവർ റെഡിയാക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് വീണ്ടും പുതുതായിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഉച്ചയ്ക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2 ടൈപ്പിലുള്ള മീൽസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോർത്ത് ഇന്ത്യൻ മീൽസും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ മീൽസുമാണ്. നോർത്ത് ഇന്ത്യൻ മീൽസ് എന്ന് പറഞ്ഞാൽ തനി ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യൻ മീൽസാണ് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. തിരുവനന്തപുരത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ആംബിയൻസാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. നല്ലൊരു ആംബിയൻസ് പ്രതീക്ഷിച്ചും നല്ലൊരു ഫുഡ് പ്രതീക്ഷിച്ചും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. അപ്പം ഞാൻ അവരുടെ ഒരു സൗത്ത് ഇന്ത്യൻ താലി മീൽസ് ട്രൈ ചെയ്യാൻ പോവാണ്. ഉച്ച സമയം ആയതുകൊണ്ട് നിങ്ങൾക്ക് 2 വെറൈറ്റി ആയിട്ടുള്ള താലി മീൽസ് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. സൗത്ത് ഇന്ത്യൻ മീൽസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് കേട്ടോ അമൃത റെസ്റ്റോറൻറ്റിൽ ആ ഒരു സൗത്ത് ഇന്ത്യൻ മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിയലുണ്ട്, അതുപോലെ തന്നെ ഒരു കിച്ചടി, ഒരു തീയൽ കറിയുണ്ട്, സാമ്പാറുണ്ട്, തൈരുണ്ട്, തൈരിൻ്റെ കൂടെ ഒരു മുളകും കൂടെ വച്ചിട്ടുണ്ട്, രസമുണ്ട്, പിന്നെ ഒരു പായസമുണ്ട്, പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ തോരനുണ്ട്, പിന്നെ ഒരു വിഴുക്കുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ പരിപ്പുണ്ട് കേട്ടോ, പിന്നെ ഒരു പപ്പടം, ചമ്പാവരി ചോറാണ്. അവർ ആ പ്രസൻറ്റേഷൻ ചെയ്യുന്ന രീതി നന്നായിട്ട്. താലി മീൽസ് അവരുടെ പ്രസൻറ്റേഷനെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്ലേറ്റ് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് സ്പേസ് വേണം കേട്ടോ ഊണ് കഴിക്കാൻ. അതുകൊണ്ട് കറികളെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം പരിപ്പൊഴിച്ച് തന്നെ ചോറ് കഴിച്ചു പോകാം. പൊതുവെ എല്ലാവരും പറയാറുള്ളത് പല കടകളിലും പരിപ്പ് അധികം കട്ടി കാണത്തില്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ പരിപ്പ് നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ല നെയ്യുടെ മണവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പടവും പരിപ്പും ചമ്പാവരി ചോറും കൂടെ മിക്സ് ചെയ്ത് തന്നെ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല രുചിയായിരുന്നു കേട്ടോ. പരിപ്പ് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു പരിപ്പിൻ്റെ കറി എന്ന് പറഞ്ഞാൽ. ചമ്പാവരി ചോറായിരുന്നാലും ആ പാകത്തിനുള്ള വേവ് മാത്രമേ ഉള്ളൂ. പപ്പടവും പരിപ്പും ചോറും എന്തായാലും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പരിപ്പ് നല്ല കട്ടിയുള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കല്യാണ സദ്യക്ക് വിളമ്പുന്ന ആ രീതിയിലുള്ള പരിപ്പെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അമൃതത്തിൽ ആദ്യമായി കഴിച്ച ആ താലി മീൽസിലെ പരിപ്പും പപ്പടവും ചോറും വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ കടയെന്നുള്ള നിലയിൽ നല്ല രീതിയിലാണ് അവർ ഈ ഒരു ഫുഡ് സെർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ. അടുത്തത് അവരുടെ ആ ഒരു അവിയലാണ് ഞാൻ ടേസ്റ്റ് ചെയ്തത്. ഈ ഒരു അവിയൽ കാണുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആര്യാനിവാസിലെ താലി മീൽസിലെ ആ ഒരു അവിയലിൻ്റെ ഓർമ്മയാണ് എനിക്ക് വന്നത് കേട്ടോ. രുചിയെല്ലാം ഏകദേശം സെയിം ആയിരുന്നു. നല്ല വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുള്ള അവിയലാണ്. അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ഹോട്ടലിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട
ഈ ഒരു അവിയൽ കൂട്ട് ആര്യനിവാസിലായിരുന്നു. ഇപ്പം അമൃതത്തിലെ ഈ ഒരു അവിയൽ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത് ഞാൻ കഴിച്ച കറിയെന്ന് പറഞ്ഞാൽ ഇതൊരു തൊടുകറിയാണ്, കിച്ചടിയാണ്. സാധാരണ തൊടുകറികളിൽ വളരെ കുറച്ച് മാത്രമേ കിച്ചടി വയ്ക്കാറുള്ളൂ. ഇവിടെ ഈ താലി മീൽസിൽ ആ ഒരു ബൗള് നിറച്ചാണ് അവർ ആ കിച്ചടി വച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളി കിച്ചടിയായിരുന്നു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്തിട്ടുണ്ട്. തൈരെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിൽ ചേർത്തിട്ടുള്ളത്. അതിലുള്ള കഷ്ണങ്ങളായിരുന്നാലും അതിൻ്റേതായ രീതിയിലുള്ള വേവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു രുചി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ചോറും വെള്ളക്കിച്ചടി മാത്രം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. എന്താ രുചിയെന്നറിയാമോ? എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പരിപ്പിനെക്കാട്ടിയും നല്ല രുചി ഉണ്ടായിരുന്നു ആ ഒരു കിച്ചടിക്ക്. കിച്ചടിയും കൂട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വല്ലാത്തൊരു രുചിയായിരുന്നു കേട്ടോ. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു സദ്യയിൽ ഇങ്ങനൊരു കിച്ചടി ഞാൻ കഴിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. നിങ്ങൾ വന്ന് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു കിച്ചടി പറ്റിയിട്ട്. തോരനെല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് തോരനാണ് ചെയ്തിട്ടുള്ളത്. കിച്ചടിയും ബീട്രൂട്ട് തോരനും ചോറും സദ്യയിൽ കഴിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കഴിക്കണം. കുറച്ച് അവിയലും കൂടെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. എല്ലാ കറികളും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. അവിയലും കിച്ചടിയും പരിപ്പും പപ്പടവും എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഞാനതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഈ ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പുള്ളിക്കാരനും സൗത്ത് ഇന്ത്യൻ താലി മീൽസാണ് കഴിച്ചത്. അടുത്ത് ഞാൻ ട്രൈ ചെയ്യുന്നത് സാമ്പാറാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷാണ് സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ കടയിലും ഓരോ ടേസ്റ്റ് ഞാൻ പറയാറുണ്ട്. അപ്പം ഇവിടുത്തെ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. അത്യാവശ്യം നല്ല കട്ടിയോടുകൂടി ചെയ്തിട്ടുണ്ട്, ചൂടും ഉണ്ട് കേട്ടോ. അങ്ങനെ ചമ്പാവരി ചോറും കിച്ചടിയും സാമ്പാറും കൂടെ ചേർത്ത് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സാമ്പാറിൻ്റെ രുചി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാറാണ് കടകളിൽ കഴിക്കാറുള്ളത്. ഇതൊരു കേരള സ്റ്റൈൽ സാമ്പാർ എന്ന് തന്നെ പറയാം. ആ ഒരു രുചിയാണ് എനിക്ക് ഫീൽ ചെയ്ത്. നമ്മൾ സദ്യക്ക് കഴിക്കുന്ന അതേ രീതിയിലുള്ള സാമ്പാറാണ് കേട്ടോ. എങ്കിലും മസാലയ്ക്ക് ചെറിയ ചെറിയ ഡിഫറൻ്റ് ഉണ്ട്. ഊണ് കഴിക്കുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കറി തന്നെയാണ് സാമ്പാർ എന്ന് പറയാം. സാമ്പാർ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. സാമ്പാറും കിച്ചടിയും ഭയങ്കര കോമ്പിനേഷൻ കേട്ടോ. താലി മീൽസിൽ ആദ്യം വിളമ്പിയ ചോറ് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരുപാട് കറികളും ഇനി കഴിക്കാനുണ്ട്. അടുത്ത ട്രൈ ചെയ്ത് തീയലെന്ന് പറയുന്നൊരു കറിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയാറുള്ളത്. അതായത് മലക്കറികളെല്ലാം ഇട്ട് വറുത്തരച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാകുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു പുളിശ്ശേരിക്ക് പകരമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കറി ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രുചി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ തീയലുണ്ടാക്കാറുണ്ട്. ആ ഒരു രുചി തന്നെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാ കടകളിലും കിട്ടുന്ന താലി മീൽസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികളാണ് ഈ ഒരു താലി മീൽസിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇത് ഈ ഒരു മീൽസിലുണ്ടായിരുന്ന കത്രിക്ക വിഴുക്കാണ്. കത്രിക്ക, ഉള്ളി, കോവയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു വിഴുക്കായിരുന്നു. അതും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താലി മീൽസിലെ കറികളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ കൂട്ടുകളും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പുതിയ കടയായതുകൊണ്ട് തന്നെ അവർ അതിൻ്റേതായ ശ്രദ്ധയിലാണ് കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അവസാനത്തെ ആ ഒരു ചോറിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല കട്ട തൈരായിരുന്നു. അതിൻ്റെ കൂടെ ലേശം അച്ചാറെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് രസവും കൂടെ ആവാമെന്ന് വിചാരിച്ചു. രസം നല്ല കട്ടിയോടുകൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേശം രസവും കൂടെ ഒഴിച്ച് തൈരും അച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടി പിടിക്കാമെന്ന് തന്നെ കരുതി കേട്ടോ. അവസാനം എപ്പോഴും തൈരാണ് നമ്മളെല്ലാവരും കഴിക്കാറുള്ളത്. കാര്യത്തിൽ എപ്പോഴും അവസാനം രസവും മോരും കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് കോമ്പിനേഷൻ. ദഹനത്തിന് നല്ലതെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ രസം മാത്രം ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. രസത്തിൻ്റെ ആ ഒരു മസാല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസപ്പൊടിയാണ് കേട്ടോ അവരതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ അവസാനം ഒരു മധുരവും കൂടെ ആവാം. മധുരത്തിന് വേണ്ടി അവർ വച്ചിട്ടുള്ളത് സേമിയ പായസമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അധികം മധുരമൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയോടുകൂടിയാണ് ആ ഒരു പായസം അവർ തയ്യാറാക്കിയത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഊണെല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ പൊതുവെ സൗത്ത് ഇന്ത്യൻ മീൽസാണല്ലോ കഴിക്കാറുള്ളത്, അതുകൊണ്ടാണ് അതെന്നെ കഴിച്ചത്. പരിപ്പൊക്കെ വേറെ ലെവൽ കേട്ടോ. നിങ്ങളിനി പരിപ്പിന് കട്ടിയില്ല എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള പരിപ്പാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ കിച്ചടിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇന്നത്തെ ആ ഒരു മീൽസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള അമൃതം പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചത് കേട്ടോ. കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അവരുടെ ആ ഒരു അവിയലും സാമ്പാറും കിച്ചടിയൊക്കെയാണ് കേട്ടോ. പരിപ്പൊക്കെ നല്ല കട്ടിയുണ്ട്. ഇനി കട്ടിയില്ല എന്ന് ആരും പരാതി പറയണ്ട.
നല്ല സർവീസിങ് ആണ് കേട്ടോ, നല്ല പ്രസൻറ്റേഷനാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. സാമ്പാർ എടുത്ത് പറയണം കേട്ടോ. ഞാൻ ഒരുപാട് കടകളിൽ നിന്ന് സാമ്പാർ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ നന്തൻകോട് വഴി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നന്തൻകോട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ്, നമ്മുടെ സുമംഗലി ആഡിറ്റോറിയത്തിൻ്റെ നേരെ എതിർവശത്താണ് അമൃതം പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും